നമസ്കാരം. ബെസ്റ്റ് വിഷസ് മലയാളം പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഗ്രൂപ്പായ യൂനുസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാനും മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റും ജില്ലയിൽ മുസ്ലിം ലീഗിനും UDF-നും ശക്തമായ നേതൃത്വം നൽകുന്ന ശ്രീ നൌഷാദ് യൂനുസ് ആണ്. സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. കൊല്ലത്തെ വിദ്യാഭ്യാസ വ്യവസായ രംഗങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിത്വമായിരുന്നു പരേതനായ യൂനുസ് കുഞ്ഞ് സാഹിബ്. അദ്ദേഹം പടുത്തുയർത്തിയ വലിയൊരു പ്രസ്ഥാനത്തിന്റെ സാരഥ്യം ഇപ്പോൾ സാറിന്റെ കൈകളിലാണ്. വാപ്പയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുക എന്നത് ഒരു വെല്ലുവിളിയായി തോന്നിയിട്ടുണ്ടോ? ആ വലിയ നിഴലിൽ നിന്നും സ്വന്തമായൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ പിതാവ് യൂനുസ് കുഞ്ഞ് മരണപ്പെട്ടിട്ടിപ്പോൾ 4 കൊല്ലം കഴിയുകയാണ്. അദ്ദേഹം ഉയർത്തിയ ഒരു വലിയ പ്രസ്ഥാനമുണ്ട്. അത് വ്യവസായത്തിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഒക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടൊപ്പം ഈ മേഖലകളിൽ കൂടെ സഞ്ചരിച്ചത് കൊണ്ട് അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞപ്പോഴും ഇത് ഏറ്റെടുത്ത് നടത്തുന്നതിന് വലിയൊരു പ്രയാസമായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയതേ ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ 4 സഹോദരങ്ങളാണ് ഉള്ളത്. ഈ ട്രസ്റ്റിൻ്റെ മുഴുവൻ ഭാരവാഹികൾ 7 പേരാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ചെയർമാൻ സ്ഥാനത്താണുള്ളത്. വാപ്പ ജീവിച്ചിരുന്ന കാലം മുതൽ തന്നെ ഓരോരുത്തർക്കും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ നൽകി ഒപ്പം നിർത്തിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അദ്ദേഹം പോയതിനു ശേഷവും കൂടുതൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചു. 7-8 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 10ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അത് ഉയർത്തി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വെല്ലുവിളി ആണോ എന്ന് ചോദിച്ചാൽ വെല്ലുവിളിയാണല്ലോ. എല്ലാത്തിനും ഒരു വെല്ലുവിളിയുണ്ട്. ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ച് വെല്ലുവിളികളുടെ ശക്തി കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനൊക്കെ അതിജീവിക്കാനുള്ളൊരു മനസാന്നിധ്യം അദ്ദേഹം ഞങ്ങളിൽ ബിൽഡപ്പ് ചെയ്ത് തന്നു എന്നുള്ള പിന്നീടാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം കാണിച്ചെന്ന പാതയിൽ നമ്മുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണമല്ലോ. അതിനുള്ള ശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളിപ്പോഴും സജീവ രാഷ്ട്രീയത്തിലും സജീവമായി ഈ അദ്ദേഹം നിറഞ്ഞു നിന്ന മേഖലകളിലൊക്കെ ഇപ്പോഴും ഞങ്ങൾ സജീവമായി തന്നെ നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഞാൻ സജീവമായി തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു നമ്മളുടേതായ ഒരു വ്യക്തിമുദ്ര ഉണ്ടാകും. അതിന് കാലം സമയമെടുക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ആ വലിയ വൃക്ഷത്തിൻ്റെ തണലിൽ എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷവും വലിയ പ്രൈഡുമാണ്. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് സ്കൂളിലെ ബോർഡിംഗ് ജീവിതമാണല്ലോ ബാല്യകാലം രൂപപ്പെടുത്തിയത്. തികച്ചും മതേതരമായ ആ അന്തരീക്ഷം സ്വഭാവ രൂപീകരണത്തെയും പിൽക്കാലത്തെ സാമൂഹിക കാഴ്ചപ്പാടുകളെയും എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? തങ്കശ്ശേരിയിലുള്ള ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂൾ, അങ്ങനെ പറയുന്നത്. കാര്യം അന്ന് പോർച്ചുഗീസുകാരുടെ ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഈ സ്കൂള്. അതാണ് ഈ ആംഗ്ലോ ഇന്ത്യൻ എന്നുള്ള ഇത് വരാൻ കാരണം. ഇപ്പം ഞാനവിടെ ആ സ്കൂളിൽ പഠിക്കുമ്പം ഫാദർ ഫെർഡിനൻഡ് കായാവിലായിരുന്നു അതിൻ്റെ പ്രിൻസിപ്പൽ. ഇത് കൊല്ലത്ത് ഒരു നിറസാന്നിധ്യമാണ് അദ്ദേഹം. ഈ അദ്ദേഹത്തിൻ്റെ ഫീൽഡിലായാലും മറ്റ് സാമൂഹിക മേഖലയിലും ഒക്കെ അങ്ങനെയുള്ളൊരു വലിയൊരു പേഴ്സണാലിറ്റിയുടെ ഒരു കീഴിലാണ് ഞങ്ങൾ പഠിച്ചത് ആ സമയത്ത്. പ്രത്യേകിച്ച് ഞാൻ ബോർഡിങ്ങിൽ ആയതുകൊണ്ട് എനിക്ക് വലിയ അനുഗ്രഹമായിട്ട് ഇപ്പോൾ തോന്നുന്നു. കാരണം വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഇപ്പം സാമ്പത്തികമായി ഉയർന്നതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും ഡിഫറെൻറ്റ് കൾച്ചർ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുകയാണ്. ഒരു 8-9 വർഷം ഞാനവിടെ ഉണ്ടായിരുന്നു. ഈ 9 വർഷവും ഈ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു എന്താ പറയുക ബഹുസ്വരത എന്നൊക്കെ പറയുന്ന പോലെ അത് നമ്മൾ അനുഭവിച്ച് വളർന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ബോണ്ടിങ് ഉണ്ട്. ഇന്നും ഞാൻ 88-ലാണ് സ്കൂൾ പാസ് ഔട്ട് ആവുന്നത്. ഇപ്പോഴും ഞങ്ങൾ IGHS 88 ബാച്ച് എന്ന് പറഞ്ഞാൽ ഒരു 10-50 പേര് എങ്ങനെയും കൂടും. അത്ര ബോണ്ടിങ് ആണ് ആ ഒരു. അപ്പോൾ അവിടെ മറ്റ് ചിന്തകളില്ല. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ സങ്കല്പിക്കാൻ പറ്റാത്തതാണ്. മനസ്സിലായില്ല ഞാൻ പറഞ്ഞു വരുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ബോണ്ടിങ്ങും അതിൽ എനിക്ക് കിട്ടിയ ഒരു പ്രചോദനവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കപ്പുമാണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് കുറേ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അന്ന്
ശരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുന്നത് തന്നെ സ്കൂളുകളിൽ നിന്നാണ്. അത് പ്രത്യേകം നമ്മുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ അധ്യാപകരോട് പറയേണ്ടതാണ് ഒരു കുട്ടിയെ എങ്ങനെ വാർത്തെടുക്കണം എന്നുള്ളത്. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് എന്നെ തിരിച്ചറിയാനും എനിക്ക് ആ മേഖലയിലേക്ക് നയിക്കാനും ഒക്കെ അധ്യാപകരുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്കൂൾ ബോർഡിങ്ങിൻ്റെ ലീഡറായിരുന്നു. പിന്നെ അന്ന് NCC ഉണ്ടായിരുന്നു, നാഷണൽ ക്രെഡിറ്റ് കോർപ്സ്. അപ്പോൾ അത് എയർഫോഴ്സിൻ്റെ അന്ന് റിപ്പബ്ലിക് ഡേ ക്യാമ്പിന് ഡൽഹിയിൽ പോകാനുള്ള സെലക്ഷനൊക്കെ കിട്ടിയതാണ്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ അന്ന് ബാൻഡ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ തങ്കശ്ശേരി സ്കൂളിൽ ആദ്യമായിട്ട് ബാൻഡ് ട്രൂപ്പ് ഉണ്ടാവും, അതിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ വ്യത്യസ്ത മേഖലകൾ സ്പോർട്സിനകത്തായാലും ഒക്കെ ഒരു അവിടെ ഒരു നിറസാന്നിധ്യമായി നിൽക്കാൻ ആ സ്കൂൾ എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്കതിന് എൻ്റെ ബാല്യകാലം അങ്ങനെ നല്ലൊരു ഫൗണ്ടേഷൻ അവിടെ ഉണ്ടായി. നല്ലൊരു എങ്ങനെയാണ് പിന്നെ പുറം ലോകവുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടതെന്നൊരു ഹൗസ് ബോർഡിങ് അല്ലെങ്കിൽ ബോർഡിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭയങ്കര വലിയൊരു നേട്ടം തന്നെയായിരുന്നു അത്. TKM ആർട്സ് കോളേജിലെ പഠനകാലത്താണ് സർ MSFലൂടെ രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുന്നത്. ഒരു പ്രമുഖ വ്യവസായ കുടുംബത്തിൽ ജനിച്ചിട്ടും കഷ്ടപ്പാടുകളും പ്രക്ഷോഭങ്ങളും നിറഞ്ഞ രാഷ്ട്രീയ വഴി തിരഞ്ഞെടുത്തത് ബോധപൂർവമായിരുന്നു. അന്നത്തെ ആവേശത്തെക്കുറിച്ച് ഒന്ന് ഓർത്തെടുക്കാമോ? തകഴി ജൂസിലാരുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്, കൊല്ലത്ത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള സുഹൃത്തുക്കളൊക്കെ മറ്റു ചില കോളേജുകളിൽ പോയപ്പോൾ എനിക്കും പോകാമായിരുന്നു. പക്ഷെ എൻ്റെ പിതാവ് നിർബന്ധിച്ച് TKMൽ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ ബോധപൂർവമായിരുന്നു. ബോധപൂർവം ഞാനല്ല ചെയ്തത്, അത് എൻ്റെ പിതാവിൻ്റെ ബോധപൂർവമുള്ളൊരു ഇടപെടലായിരിക്കണം. കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ സ്കൂൾ ലൈഫിൽ അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോൾ പ്രീ ഡിഗ്രി കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞു TKM പഠിച്ചാൽ മതി, അവിടെ MSFലൂടെ പ്രവർത്തിക്കണം, ഒരു പൊതുബോധമുണ്ടാവണം എന്നുള്ള ഒരു കർക്കശമായ ഒരു നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ TKMൽ ചേരുകയായിരുന്നു. ആദ്യത്തെ വർഷം തന്നെ അവിടെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു. പിന്നീട് UUCയിൽ മത്സരിക്കുന്നു. MSF എന്ന രാഷ്ട്രീയ സംഘടനയിൽ വളരെ സജീവമായി പെട്ടെന്ന് ഇടപെടാൻ കഴിയും. എൻ്റെ ഉള്ളിലൊരു ലീഡർഷിപ്പ് ഉള്ളതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അത് സാധിച്ചത്, ചിലപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം വാപ്പ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ഏതായാലും MSFന്റെ ആ ഒരു സമയത്ത് ജില്ലയിൽ തന്നെ MSFന്റെ വൈസ് പ്രസിഡന്റൊക്കെ ആയി. പിന്നീട് ഡിഗ്രി കഴിയുന്ന സമയത്ത് MSFന്റെ പ്രസിഡന്റ് വരെയൊക്കെ ആയി. വളരെ നല്ല ഒരു പ്രവർത്തനം ആ കാലഘട്ടത്തിൽ മുസ്ലിം സ്റ്റുഡൻറ് ഫെഡറേഷൻ കൊല്ലം ജില്ലയിൽ കണ്ടതിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്നുള്ളത്. ഞങ്ങൾക്ക് അന്നൊരു നല്ല ടീം ഉണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസം BCom ഒക്കെ പൂർത്തീകരിച്ചിട്ട് പിന്നെ ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് BBAക്ക് പോയി. ഒരു വക്കീലാവണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ BBA പൂർത്തീകരിച്ച് പിന്നീട് LLBക്ക് പോകണമെന്നുള്ള, പക്ഷെ അതിനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായില്ല, ഇനി ഉണ്ടാവും. MSF ജില്ലാ ജനറൽ സെക്രട്ടറി, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി, ഇപ്പോൾ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ്. ഈ പടവുകൾ ഓരോന്നായി കയറി വന്നപ്പോൾ ലഭിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? സംഘടനാ പ്രവർത്തനത്തിൽ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ ഒരു ബിസിനസ്സുകാരൻ്റെ ലൈഫിൽ വളരെ സന്തോഷകരമായി കുറേ പൈസ ഉണ്ടാക്കിയാൽ മതി, വളരെ ജോളിയായിട്ട് ജീവിച്ചു പോകാം. ഇപ്പം നമുക്ക് ഒരുപാട് പേരെ കാണാമല്ലോ. ഒരു പൊളിറ്റീഷ്യൻ എന്നാകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ലൈഫല്ല. സഹജീവികളുമായി ഉള്ളൊരു ആത്മബന്ധം, മിംഗ്ലിങ്, പക്ഷെ അതിനകത്തൊരു പ്രധാന കാരണം ഞാൻ കാണുന്നത്, നമ്മുടെ ഇടപെടലുകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകണം. ഒരു ഷെയ്ഡി ആയിട്ടുള്ള ഒരുപാട് പൊളിറ്റീഷ്യൻസിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരെ ഒരു കാലഘട്ടം വരെ കളിയാക്കുന്ന സമയം ഉണ്ടായിരുന്നല്ലോ. കതറും ഒക്കെ ഇട്ട് കഷത്തൊരു ബാഗ് വെച്ച് അടങ്ങുന്ന രാഷ്ട്രീയക്കാരെ കളിയാക്കുന്നൊരു അതിൽ നിന്നൊക്കെ ഇപ്പോൾ വളരെ മാറ്റം വരുന്നുണ്ട്. എന്തൊരു ഞാനൊരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ വാട്ട് ഇസ് പൊളിറ്റിക്സ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ രംഗത്തിറങ്ങി നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം എന്നിലുണ്ടാവണം. എന്നിട്ട് അതിനനുസരിച്ച് ആ ക്ലാരിറ്റി വരുത്തണം. അല്ലാതെ എനിക്കെന്തൊരു കാര്യം സാധിക്കാൻ വേണ്ടി ആകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അത്തരത്തിൽ എൻ്റെ പിതാവിൽ നിന്നും പഠിച്ച ഒരു സംഗതിയാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അതിനൊരു ബാക്കിലൊരു ഷേഡി ക്യാരക്ടർ ഇല്ലാത്ത രീതിയിൽ പോവുക. അതാണ് എനിക്ക് പൊളിറ്റിക്സിൽ പറയാനുള്ള കാര്യം. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള പേഴ്സണലി MSF ആയാലും യൂത്ത് ലീഗിലൊക്കെ ആയാലും നമ്മൾ ഉയർന്ന് ഓരോ സ്ഥാനങ്ങളിൽ വരുന്നത് തന്നെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലപോലെ ജനസാന്ദ്രതയുള്ളൊരു പാർട്ടിയാണ്.
അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും ആളില്ല പാർട്ടിയല്ലേ നിങ്ങൾ പെട്ടെന്ന് യൂനുസൂചിന്റെ മോനായതുകൊണ്ട് പ്രസിഡന്റ് ആവാം സെക്രട്ടറി ആവാം, അങ്ങനൊന്നും അല്ല. ഓരോ തിരഞ്ഞെടുപ്പും ഫൈറ്റാണ്. ഇപ്പൊ യൂത്ത് ലീഗിലേക്ക് ഞാൻ പ്രസിഡന്റായിട്ട് വരുമ്പോഴും നല്ല ഫൈറ്റാണ്. പിന്നീട് ലീഗ് സെക്രട്ടറി ആയി, വാപ്പാടെ മരണശേഷം പിന്നെ തെരഞ്ഞെടുപ്പിലൂടെയാണ് ജില്ലാ പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ അങ്ങനെ അത്രയും അത് എപ്പോഴും ഒരു ഫൈറ്റിലൂടെ തന്നെയാണ് രാഷ്ട്രീയം നിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്കത് പറ്റത്തില്ല. നമ്മൾ രാഷ്ട്രീയം അങ്ങനെയാണ്, നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത വേണം, ജനങ്ങൾക്കത് മനസ്സിലാകണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിജയം ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എൻ്റെ അടുത്ത് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും. അതിൻ്റെ കൂടെ അവനോടൊപ്പം എവിടം വരെ ഏതറ്റം വരെ പോകാൻ പറ്റുന്നു ആ അറ്റം വരെ പോകാനും മനസ്സ് വേണം. ആ മനസ്സുള്ളത് കൊണ്ടാണ് ഇന്നും ജനം അംഗീകരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പൊതുവേദികളിൽ പ്രസംഗത്തിനിടയിൽ മാപ്പിളപ്പാട്ടുകൾ പാടാറുണ്ടല്ലോ. രാഷ്ട്രീയ പ്രസംഗങ്ങളെ വൈകാരികമായും സരസമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതെങ്ങനെയാണ് സഹായിക്കുന്നത്? പാട്ടിനോടുള്ള ഈ ഇഷ്ടത്തിന് പിന്നിൽ ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ? ഞാൻ പുറകോട്ട് അന്വേഷിച്ചു നോക്കിയ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പാട്ടുകാരങ്ങോട്ട് ആരുമില്ല. അല്ലെങ്കിൽ എന്റെ വാപ്പ വലിയ പാട്ടുകാരനോ ഉമ്മ വലിയ പാട്ടുകാരി അങ്ങനൊന്നുമില്ല. ഇത് ഞാൻ പറയില്ലേ, ഞാൻ ബോർഡിങ്ങിലൊക്കെ പഠിക്കുമ്പോൾ സഹവാസം കൊണ്ടുണ്ടാവുന്നത്. അപ്പൊ വലിയ വലിയ പാട്ട് പാടുന്ന പിള്ളേരെ കൊണ്ടപ്പോ അവര് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ബാത്റൂമിലൊക്കെ നിന്ന് മൂളിപ്പാട്ടൊക്കെ പാടുമായിരുന്നു. പിന്നീട് എപ്പോഴോ ഈ മൂളിപ്പാട്ട് കേട്ടിട്ടായിരിക്കണം ആരെങ്കിലും പൊതുരംഗത്തേക്ക് പാടാൻ ശരിക്കും വാപ്പയാണ് ഒരിക്കൽ ഒരു TTC കോളേജിന്റെ ഒരു പ്രോഗ്രാമിന് എൻ്റെ അടുത്ത് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പ്രസംഗിക്കാൻ അന്ന് പേടിയാ, ഞാൻ പാടാം, എന്നാ നീ പാടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു 100 പേരുടെ ഓഡിയൻസ് ഉപയോഗിച്ച് എന്നെ പാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് അന്നെന്തോ ഒരു വല്ലാത്തൊരു സ്പിരിറ്റ് തോന്നി, കൊള്ളാമല്ലോ ഈ പരിപാടി. അങ്ങനെ ഇടയ്ക്കൊക്കെ പാടാറുണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയ വേദിയിൽ പാടുന്നത് എന്ന് വെച്ചാല് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയ വേദികളിൽ പ്രസംഗം കേൾക്കാൻ പോകണം. കുറേ പേര് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഇരിക്കുന്ന ഓഡിയൻസ് ഇത് കേട്ട് വല്ലാതെ ഇതാവും. അങ്ങനെ അവർക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ അത് നേതാവ് സംസാരിച്ചേ പറ്റൂ അല്ലേ? അപ്പോ അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ഇലക്ഷൻ സമയത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഉച്ച സമയത്തൊക്കെ ആയിരിക്കും ഈ പ്രചരണങ്ങൾ പോകുന്നത്. അപ്പൊ ഇവര് ഈ വല്ലാതെ മുഷിയും ചൂടടിച്ച് ചിലർ ഉറക്കം വരും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആ സാഹചര്യം നോക്കിയിട്ട് എന്തെങ്കിലും 2 വരി പാടും. അപ്പോൾ എല്ലാവർക്കും ഒരു ഉത്സാഹം വരും. ഇതാണ് എൻ്റെ ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിലല്ല കേട്ടോ, അത് വല്ലപ്പോഴും ഇങ്ങനെ പാടുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പം ടീച്ചർ തന്നെ അത് ചോദിക്കാൻ കാര്യം അതാണ്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു മാപ്പിളപ്പാട്ട് പാടാൻ പറ്റുമോ? മാപ്പിളപ്പാട്ട് അതിന് സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല, ഞാൻ പല തരത്തിലും ശ്രമിക്കാറുണ്ട്. മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞപ്പോൾ പണ്ട് എൻ്റെ ആദ്യകാലത്തൊക്കെ ഒരു പാട്ട് പാടുമായിരുന്നു. ഞാനതൊന്ന് ശ്രമിക്കാതെ അത് പാടിയാൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഞാനൊരു ആദ്യം പറയാം. നമ്മുടെ വിശ്വാസത്തിൽ ആദം നബി ഹവ്വാ ബീവി ആദ്യ മനുഷ്യനാണ്. അള്ളാഹു അവരെ സൃഷ്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഒരു പ്രത്യേക ഖനി ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഇബിലിസ് ഡെവിൾ അല്ലെങ്കിൽ പിശാച് വന്നിട്ട് പറഞ്ഞു ആ കനി കഴിക്കണം, അതാണ് ഏറ്റവും മഹത്തരമായത്, ബാക്കിയെല്ലാം മോശമാണ്, അതുകൊണ്ട് അത് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പ്രഷർ ചെലുത്തി ആ കനി കഴിക്കുകയും അങ്ങനെ ദൈവകോപം ഉണ്ടായി അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും. ഇതാണ് നമുക്കറിയാവുന്നൊരു ഇത് ഒരു മാപ്പിളപ്പാട്ടുണ്ട്. പക്ഷെ ഭാഷ എന്ന് പറയുന്നത് ആ ആദ്യകാലത്തെ മാപ്പിള പ്രദേശങ്ങൾ ഉള്ള ഒരു മലയാള ഭാഷയാണ്. മലയാളമാണോ എന്ന് വെച്ചാൽ അല്ല. എന്നാൽ യേശുദാസിന്റെ ഇതിൽ കഴിവിൽ ആ പാട്ട് ഹിറ്റാവുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ. അപ്പൊ അത് ഞാനൊന്ന് 2 വരി പാടാം. നാരീ ഹവ്വാ ബീവി രണ്ടാളും ഒരുമിച്ചാനേ, ഏകപ്പഴം തിന്നരുതെന്നിറയോനറിയിച്ചാനേ, വന്നേ പിറകെ മൽഹൂനവിടൊന്ന് ചതിച്ചാനേ, വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴം നിങ്ങളെടുത്ത് തിന്നാത്ത് ജന്നത്ത്, കന്നിലുള്ള കനിയൊക്കെ ഇലുമീക ജാതിയാണിത്, നാദരേതുരയാ ഒരാൾ മടിക്കാതെ എന്നുമേ പാടി, അന്നു ശുഹീലവരാടി ചെന്നു പഴം പറിച്ചോടി, വന്നു മുറിച്ചതിൽ കൂടി തിന്നവർ തങ്കളയങ്കരുളെങ്കിലും അങ്ങയളങ്ക് വിളങ്ക് വിശുങ്കിയും, ആകെ ചുറ്റലകത്തിലും എത്തനകത്തിലും കത്തന വൈത്തിരും ഉത്തരും ഉത്തരബിയുള്ള ജന്മദിനൂറ് മുഹമ്മദ് റാകിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു തക്ക വിളക്കൊളി മുക്കിയ മക്കിനകത്തൊരു ജിക്കാബീബുള്ള.
ഫാത്തിമ മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് കീഴിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം വെറും ഒരു ബിസിനസ്സായി മാറുന്നു എന്ന ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും സാമൂഹിക പ്രതിബദ്ധതയും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കച്ചവടം തന്നെയാണ് പലർക്കും, പല മേഖലകളിലും. പക്ഷേ യൂനിസ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് പിന്നീട് ബോധ്യമാകുന്നു. കാര്യം അങ്ങനെ ആയിരുന്നുവെങ്കിൽ വേറെ ലെവലിൽ പോകുമായിരുന്നു. ആ തരത്തിലല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു സാമൂഹിക സേവനം പോലെ തന്നെയാണ് വിദ്യാഭ്യാസം അദ്ദേഹത്തിന്. അത് നിങ്ങൾക്ക് അവിടെ പഠിച്ച പലയിടത്തും അല്ലെങ്കിൽ അവിടെ അധ്യാപകരുടെ ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് നിർധനരായ കുട്ടികൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ആരാണ് നിർധനനാണ്, ആരാണ് ഫീസ് കൊടുക്കാതെ പഠിക്കുന്നത് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. അത് പേഴ്സണലി അദ്ദേഹത്തെ വന്ന് കണ്ട് ബുദ്ധിമുട്ട് പറയുന്നവരെയൊക്കെ പഠിപ്പിക്കാനാണ്. അങ്ങനെ സ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് വരെയും BEd TTC ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അവിടെ എല്ലാം അതാണ് സാമൂഹിക പ്രതിബദ്ധതയായിട്ട് വന്നത്. പിന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങളെന്നും അത് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഒരു അധ്യാപകരെ നമ്മൾ എടുക്കുമ്പം അതിൻ്റെ മാക്സിമം അത് ഇൻ്റർവ്യൂ ചെയ്ത് അതിൻ്റെ പുറത്തുനിന്ന് ആൾക്കാരെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ദ ബെസ്റ്റ് ആളിനെ എടുക്കും. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടിയുടെ ഭാവി വെച്ചാൽ കളിക്കുന്നത് അല്ലേ. നമ്മുടെ സ്കൂളിലായാലും ഒരു പ്രൊഫഷണൽ കോളേജിലായാലും നല്ലത് കൊടുത്തില്ലെങ്കിൽ അവൻ പാഴായി പോയില്ലേ. ആ പാഴായി പോയാൽ അത് അവർ മാതാപിതാക്കളുടെ അധ്വാനം, അവരുടെ പ്രയത്നം, അവരുടെ പൈസ എല്ലാം പാഴായി പോകും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കോളേജിലെ അധ്യാപകർ ഉളപ്പിയാൽ അത് പോയി. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കും. ഞങ്ങൾ അധ്യാപകരെ ചെക്ക് ചെയ്യാറുണ്ട്. റിസൾട്ട് വന്നില്ലെങ്കിൽ അതിനെല്ലാം നടപടിയെടുക്കാറുണ്ട്. കാര്യം ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ മുൻപിലുള്ള ഭാവി ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. അവരാണ് ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനും നല്ലൊരു ക്യാരക്ടറും നല്ലൊരു വാല്യൂവും ഒക്കെ അവൻ നൽകി കഴിഞ്ഞാൽ അവൻ നാളെ സമൂഹത്തിൽ അവനൊരു നല്ല മനുഷ്യനായി മാറും. അപ്പോൾ ഈ രാജ്യത്തിന് തന്നെ ഗുണകരമാവും, മറ്റേ വീട്ടിന് തന്നെ ഗുണകരമാവും അല്ലേ. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പോളിസി. രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അപ്പുറം സാറിന് ഉന്നത ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും അടങ്ങിയ വലിയൊരു സുഹൃത്ത് വലയമുണ്ട്. കൊല്ലത്തിന്റെ വികസന കാര്യങ്ങളിലും സാമൂഹിക പ്രശ്നങ്ങളിലും ഇത്തരം സൗഹൃദങ്ങൾ ഒരു പാലമായി പ്രവർത്തിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഒരു മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ അവരോടൊപ്പം മറ്റു സാഹചര്യങ്ങളും ഒക്കെ വളരണമല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ചിന്തയിൽ പോകുന്ന ഒരാളിന് ഒരിക്കലും പുരോഗമിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിനിടയ്ക്ക് വന്ന് എന്തെങ്കിലും പറയാനോ ഒന്നും സാധ്യമല്ല. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വീടുമായിട്ട് പോയി കഴിഞ്ഞാൽ നന്നാവത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓപ്പണായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സൗഹൃദ വലയങ്ങളുണ്ട്. ബിസിനസ്സിലുമുണ്ട്, രാഷ്ട്രീയത്തിലുമുണ്ട്, അല്ലാതെ സാമൂഹിക മേഖലകളിലൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ സഹായം നമുക്ക് കിട്ടാറുണ്ട്. ഓഫ് കോഴ്സ് ഒരു പ്രശ്നം വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ അവരെയൊക്കെ സമീപിക്കാറുണ്ട്. അവർ അതിലിടപെടാറുണ്ട്. മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എല്ലാവരും സഹായിക്കും. കാര്യം അത് അങ്ങനെ വേണം എന്ന് പറയുന്നത്. ഒരു നല്ലൊരു ഓൾറൗണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കണം. എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാനുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. ഒരു ബോറനാവരുത് എന്നുള്ളതാണ്. ഒരു ബോറനായി കഴിഞ്ഞാൽ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് എപ്പോഴും ഒരു മിങ്കിൾ ചെയ്ത് പോവുക, അതാണ് എപ്പോഴും നല്ലത്. അത് ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഇതിലെല്ലാം അറ്റ് എനി വാക്ക് ഓഫ് ലൈഫ്, ജീവിതത്തിൽ ഏത് തുറകളിലായാലും ഏത് മേഖലകളിലായാലും യു ഷുഡ് ബി ഫ്രാങ്ക്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കൊല്ലൂർവിള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അംഗം എന്ന നിലയിൽ മഹല്ല് തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണല്ലോ. താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരം പദവികൾ എത്രത്തോളം സഹായിക്കുന്നുണ്ട്? വളരെ ഞാനത് കുറച്ച് നേരത്തെ ആകണം എന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. കാരണം ജമാഅത്ത് അംഗം ആകുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. അവിടെ കൊല്ലൂർവിള ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ജമാഅത്താണ്. ഒരുപാട് അംഗങ്ങളും ഒക്കെ ഉള്ള, പിന്നെ അതിന് ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സിലൂടെ കടന്ന് വാപ്പ അതിൻ്റെ ഒരു 10-35 വർഷക്കാലം യൂനിസ് കുഞ്ഞ് സാഹിബ് പിതാവ് അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ ഡ്രൈവറായിട്ട് കൊണ്ടുപോകും, മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ കൂടെ പോകും എന്നുള്ളതല്ല, ചെറിയ കാര്യങ്ങൾ ഇടപെടുമെന്നല്ലാതെ സജീവമായിട്ട് ഞാൻ ഇപ്പോഴാണ് ഇടപെടാൻ തുടങ്ങുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം വാപ്പാടെ മെമ്മോറിയലായിട്ട് ഒരു ആംബുലൻസ് കൊടുത്തു. അപ്പോൾ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരെ നിവൃത്തിയില്ലാത്ത ഒരു രോഗിയെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ആംബുലൻസ് വിളിച്ച് പോകണമെന്നെങ്കിൽ എങ്ങനെയായാലും 10,000-4,000 തിരുവനന്തപുരത്ത് പോകണം. അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും കുറച്ചൊക്കെ ആവും. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു സേവനം ചെയ്യാൻ പോകുന്നത്. അതുപോലുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ മാത്രമല്ല,
അതിനുള്ള ശേഷിയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ അത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം സാമൂഹികമായി താഴോത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് പിന്നെ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ അവരെ അതിനുള്ള സമ്പത്ത് സ്വരൂപിക്കുക, അവർക്കൊരു ജീവിതം നൽകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പം വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും ഒരു വലിയ പുണ്യം തന്നെയാണത്. തീർച്ചയായിട്ടും. ധാരാളം വിദേശ യാത്രകൾ നടത്തുന്ന വ്യക്തിയാണല്ലോ സാർ. വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക ക്രമങ്ങളിൽ നിന്നും നമ്മുടെ നാടിന് മാതൃകയാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തോന്നിയിട്ടുണ്ട്? വിദേശയാത്ര ശരിയാണ്, വിദേശയാത്രകൾ ചെയ്യും. ആദ്യമൊക്കെ ബിസിനസ് ആവശ്യത്തിന് പോകുമായിരുന്നു. ഇപ്പം രാഷ്ട്രീയമായ കാര്യങ്ങൾ ഈയിടയ്ക്കൊരു ഞാനൊരു പുസ്തകം എഴുതിയായിരുന്നു കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാണ്. അപ്പോൾ ചില പുരോഗമന കാഴ്ചപ്പാടുകളെന്ന് പറഞ്ഞിട്ട് ചില പുരോഗമന വർത്തമാനങ്ങൾ അത് കഴിഞ്ഞ പ്രാവശ്യം ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ വെച്ച് റിലീസ് ചെയ്തു. അത് വിദേശയാത്ര എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അത് നല്ലൊരു സ്വീകാര്യതയാണ് കിട്ടിയത്. അപ്പോൾ വിദേശ യാത്രകൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ശരിക്കും ഇന്ത്യ എന്ന് പറയുന്ന ഈ ബഹുസ്വരത ഉണ്ടല്ലോ, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഫ്രീഡം, ഇത് വേറെങ്ങുമില്ല. വേറെങ്ങുമില്ല. ഇപ്പോൾ ഓരോ രാജ്യത്ത് അവരുടേതായ ഫെഡറൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ആ ബഹുസ്വരതയുടെ ആ ഒരു മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്രീഡം വേറൊരു രാജ്യക്കാർക്കും ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട് നല്ല ഗുണമുള്ള നാടാണ്. പക്ഷേ നമ്മളുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറുകൾ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കേരളം നമ്മൾ പറയും കേരളം ഭയങ്കരമായിട്ട് ലിറ്ററലി ഹൈ ആണ്, കുറച്ച് കൾച്ചേർഡ് ആൾക്കാരാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മളുടെ വൃത്തിബോധം എവിടെ നിൽക്കുന്നു നോക്കണം. നമ്മുടെ വൃത്തിബോധം നമ്മൾ രാവിലെയുമായിട്ടും കുളിക്കുന്നവരാണ്. പക്ഷെ അത് മാത്രമല്ലല്ലോ വൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പരിസര വൃത്തി, മറ്റ് സാമൂഹിക, ഇപ്പം കാറിനകത്തിരുന്ന് ഞാനൊരു മുട്ടായി കഴിച്ചു ഉദാഹരണം പറയാം, എന്നിട്ട് ഞാൻ ആദ്യം എൻ്റെ കാർ നീറ്റായിരിക്കണം, ഈ തൊലി ഞാൻ വെളിയിൽ കളയും. ഇത് റോഡ് വല്ലവരുടെ റോഡാണ് എന്നുള്ള ബോധമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് മാറിയിട്ട് ഈ റോഡും എൻ്റെതാണ് എന്നൊരു ചിന്ത വന്നാൽ നമ്മുടെ ഗ്രാമങ്ങളും ഒക്കെ നന്നാവത്തില്ലേ? എല്ലാം നന്നായി കഴിയുമ്പോഴത്തേക്ക് ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കുന്ന നല്ല വൃത്തിയുള്ള അന്തരീക്ഷം, ടോയ്ലറ്റുകൾ, ഹോട്ടലുകൾ, ഇതൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കാൻ പറ്റിയാൽ നമ്മൾ ലോകത്തെ നമ്പർ 1 മാറും. അത് പല യാത്രക്കാരും പല വിവരണങ്ങളും പറയുന്നത് അങ്ങനെയാണ്. ഇപ്പം ഹൈവേ വരുന്നുണ്ട്, അത് ഭയങ്കര ഒരു ട്രമൻഡസ് ചേഞ്ചാണ് ഇന്ത്യയിൽ മൊത്തം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ബോംബെ മുതൽ കന്യാകുമാരി പോലെ പോകുന്ന NH66 ആണെന്ന് തോന്നുന്നു. അപ്പോൾ പക്ഷെ അതൊരു കൊമേഴ്ഷ്യൽ ഇതായി പോകുന്നത്. ഇപ്പം ഒരു എന്താ പറയുന്നത്, ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ട് കൂടുതലും കൊമേഴ്ഷ്യലി അത് പിക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഗുണം ചെയ്യും. പക്ഷെ ഗ്രാമപാതകളുണ്ടല്ലോ, നമ്മൾ സ്റ്റേറ്റ് ഹൈവേകൾ, ഈ ഇന്റർ ഡിസ്ട്രിക്റ്റിൽ കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്. ആ ഹൈവേസ് വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടുകൾ വളരെ ക്ലെൻലിനെസ് വരുത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേരളം ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതിന്റെ അർത്ഥവത്തായിട്ട് വരും. അത് ഒരു കൃത്യമായിട്ട് എൻ്റെ അർത്ഥം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതാണ്. ഒരു ക്ലിൻ നമുക്ക് സ്വാതന്ത്ര്യം കൂടിയതുകൊണ്ടാ ഈ മോശം കാണിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പൊ സിംഗപ്പൂരിൽ എന്നിട്ട് അവിടെ ആരെങ്കിലും ഒരു മുട്ടായി തൊലി എയർപോർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അവന് ഫൈൻ അടിക്കുകയാണ്. അത് ഒരു 2000-3000 രൂപ അവർ അപ്പോഴും അടിക്കുക. അപ്പൊ ഒരിക്കലും അവന് എടുത്തില്ല, പേടി. ഇവിടെ 2000 രൂപ ഫൈൻ അടിച്ചാൽ അവൻ കൊടി പിടിക്കും. സ്വാതന്ത്ര്യം കൂടിയാലും കുഴപ്പമുണ്ട്. അങ്ങനെയൊക്കെ വാപ്പയുടെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമായി ഇടപെടുന്ന ഈ ഘട്ടത്തിൽ കൊല്ലം ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ എങ്ങനെ നയിക്കാനാണ് സാർ ആഗ്രഹിക്കുന്നത്? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലോ മറ്റോ സജീവമാകുമോ? മുസ്ലിം ലീഗ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാണക്കാട് കുടുംബം തങ്ങൾ നേതൃത്വം കൊടുക്കുന്നൊരു വലിയ പ്രസ്ഥാനമാണ്. നമ്മൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളെ പോലെ അല്ല. നമ്മളൊക്കെ പലരും പല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള ഒരു സേവന സന്നദ്ധതയാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ കുറേ മറ്റിതര പാർട്ടികളിൽ നിന്നുമൊക്കെ ആൾക്കാർ ലീഗിലേക്ക് കടന്നു വരുന്നത്. അവരെല്ലാം പറയുന്ന അഭിപ്രായം ഇതാണ്: കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത്, പിന്നെ ജനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചാൽ അതിനൊരു സുതാര്യത, ആ മേടിക്കുന്ന സംഭാവനകൾ എന്തിന് എന്നുള്ളതിനുള്ളൊരു വ്യക്തത. ഒരു ഉദാഹരണം പറഞ്ഞാൽ CH സെൻ്ററുകൾ പോലുള്ള ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട് കേരളമെമ്പാടും. അവിടത്തേക്കൊക്കെ ഒരുപാട് പേര് ഡൊണേഷൻസ് കൊടുക്കാറുണ്ട്. ആ പൈസ കൃത്യമായി ഉപയോഗിക്കുന്നത് അവർക്ക് തന്നെ കാണാം. അതുപോലെ ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ചൂരൽമല ഭാഗത്തൊക്കെ
എത്രയോ വീടുകൾ നിർമ്മിക്കാനായിട്ട് പൈസ കളക്ട് ചെയ്ത് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉടൻ തന്നെ ആ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. മുസ്ലിം ലീഗ് ഏറ്റെടുത്ത കാര്യങ്ങൾ അത് കൃത്യമായി അവർ ചെയ്യുന്നു എന്ന് പൊതുജനം ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ ലീഗിനോട് അത്രമാത്രം ആൾക്കാർക്ക് ഇഷ്ടവുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഒരു പിന്നെ ന്യൂനപക്ഷ സംരക്ഷണ മേഖലയാണ് മുസ്ലിം ലീഗിൻ്റെ കൂടുതലും. അതുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സജീവമായി തന്നെയാണ് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നതും. പിന്നെ തിരഞ്ഞെടുപ്പുകൾ വരും, അത് ആര് മത്സരിക്കണമെന്നും അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നേതൃത്വം തീരുമാനിക്കണം. ആരും ഹൂ ഈസ് ബെസ്റ്റ് എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. അല്ലെങ്കിൽ ആര് നിന്നാലാണ് ആ പ്രദേശത്ത്, ഓരോ പ്രദേശത്തിലും ഓരോ വ്യക്തിക്ക് സ്വാധീനമുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് മുന്നോട്ട് നീങ്ങും. ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.